Hi all, welcome to BTech MEDC. In the control system module 6 overview of Z transform continuation ആണ്. അതിനകത്ത് initial value final value theorem നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ ഒരു ഡിഫറൻസ് ഇക്വേഷൻ തരുമ്പം അതിന്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോബ്ലംസും നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനിഷ്യൽ വാല്യൂ തിയറം Z ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടിക്കകത്ത് വരുന്നതാണ് ഇനിഷ്യൽ വാല്യൂ തിയറവും ഫൈനൽ വാല്യൂ തിയറവും. ഇനിഷ്യൽ വാല്യൂ തിയറത്തിന്റെ എക്സ്പ്രഷൻ വരുന്നത് x ഓഫ് 0 ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി x ഓഫ് z. ഇപ്പോൾ നമ്മൾ ഇനിഷ്യൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കേസിലും ഇനിഷ്യൽ വാല്യൂ തിയറം ഫൈനൽ വാല്യൂ തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്റെ കേസിൽ Z ട്രാൻസ്ഫോം ഇപ്പോൾ ഒരു എക്സ് എൻ തരികയാണെങ്കിൽ അതിന്റെ Z ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ ഇനിഷ്യൽ വാല്യൂ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഡിസ്ക്രീറ്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് Z ട്രാൻസ്ഫോം ആണ്. അപ്പം Z ട്രാൻസ്ഫോമിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റിലുണ്ട്. ഇതിന്റെ പ്രൂഫിലേക്ക് പോവാം. പ്രൂഫ് ഫസ്റ്റ് നമ്മൾ Z ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ എഴുതും. x ഓഫ് Z ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി xn Z റേസ് ടു മൈനസ് n. നമ്മൾ Z ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതൊരു യൂണിലാറ്ററൽ സിസ്റ്റം ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം എൻ്റെ വാല്യൂ 0 ടു ഇൻഫിനിറ്റി ഉള്ളു. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിലാറ്ററലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ സമ്മേഷൻ n ഈക്വൽസ് 0 ടു ഇൻഫിനിറ്റി x ഓഫ് n Z റേസ് ടു മൈനസ് n. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് x 0 ടു ഇൻഫിനിറ്റി എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് 0 കൊടുക്കുമ്പം x ഓഫ് 0 Z റേസ് ടു 0 ദാറ്റ് ഈസ് 1 പ്ലസ് x ഓഫ് 1 Z raised to minus 1 plus x of 2 Z raised to minus 2 plus etc. Okay, ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. അപ്ലൈയിങ് ലിമിറ്റ് Z tends to infinity on both sides. Applying limit Z tends to infinity on both sides. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? ലിമിറ്റ് Z ടെൻസ് ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ x ഓഫ് Z ഈക്വൽ ടു, ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഇസഡിന് ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. സോ x ഓഫ് 0 പ്ലസ് x ഓഫ് 1 ഇൻറ്റു 1/Z. ഇപ്പോൾ ഇസഡിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ആ ടേം 0 ആവും, ഇങ്ങോട്ടുള്ള ബാക്കി ടേംസ് ഒക്കെ 0 ആവും. ഓക്കെ, പ്ലസ് 0 പ്ലസ് എക്സെട്ര വരും. ദെയർഫോർ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇപ്പോൾ x ഓഫ് 0ന്റെ വാല്യൂ ഇതാണല്ലോ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. സോ x ഓഫ് 0 വിൽ ബി ഈക്വൽ ടു എന്ത് വരും? ലിമിറ്റ് Z ടെൻസ് ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ x ഓഫ് Z. ഇതാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. ഇനിഷ്യൽ വാല്യൂ തിയറം നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷന്റെ ഇനിഷ്യലി ഉള്ള വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ Z ട്രാൻസ്ഫോം എടുത്തിട്ട് ലിമിറ്റ് Z ടെൻസ് ടു ഇൻഫിനിറ്റി എടുത്താൽ മതി. ഓക്കെ, അതാണ് ഇനിഷ്യൽ വാല്യൂ തിയറം വരുന്നത്. അതിന്റെ പ്രൂഫാണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ x ഓഫ് Z ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ എടുത്തു, അതിനുശേഷം യൂണിലാറ്ററൽ കൺസിഡർ ചെയ്തു, അത് എക്സ്പാൻഡ് ചെയ്തു, എന്നിട്ട് ലിമിറ്റ് Z ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ ബോത്ത് സൈഡ്സിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലിമിറ്റ് Z ടെൻസ് ടു ഇൻഫിനിറ്റി x ഓഫ് Z ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ x ഓഫ് 0 എന്ന് വരും. ദാറ്റ് ഈസ് ഇനിഷ്യൽ വാല്യൂ ഇസ് ഗിവൺ ബൈ ലിമിറ്റ് Z ടെൻസ് ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ x ഓഫ് Z. ഇപ്പം ക്വസ്റ്റ്യൻസിനകത്ത് ചിലപ്പോൾ ഒരു x ഓഫ് n തരും. ഓക്കെ, ഒരു ഡിസ്ക്രീറ്റ് സിഗ്നലോ ഫംഗ്ഷനോ എന്തെങ്കിലും തരും. എന്നിട്ട് അതിന്റെ ഇനിഷ്യൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? അതിന് നമ്മൾ കറസ്പോണ്ടിങ് x ഓഫ് Z ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് ലിമിറ്റ് Z ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ. ഓക്കെ, അതിന്റെ പ്രോബ്ലം നമ്മൾ നെക്സ്റ്റ് ചെയ്യും. ഫൈനൽ വാല്യൂ തിയറം കൂടെ അതിന്റെ പ്രൂഫും കൂടെ പറഞ്ഞതിന് ശേഷം പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഫൈനൽ വാല്യൂ തിയറം ആണ്. ഓക്കെ, ഫൈനൽ വാല്യൂ തിയറം സ്റ്റേറ്റ്മെന്റ് വരുന്നത് ദ ഫൈനൽ വാല്യൂ ഓഫ് എ കോസൽ സീക്വൻസ്. കോസൽ സീക്വൻസ് വെച്ച് കഴിഞ്ഞാൽ ആ സമ്മേഷൻ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി, അതാണ് യൂണിലാറ്ററൽ. അതിനാണ് നമ്മൾ കോസൽ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്
ഇവിടെ വേണ്ട നമുക്ക് ഫൈനലാണ്. സോ എക്സ് ഓഫ് ഇൻഫിനിറ്റി ഫൈനൽ വാല്യൂ ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 മൈനസ് ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഫൈനൽ വാല്യൂ മീൻസ് ഇൻഫിനിറ്റി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 മൈനസ് ഇസഡ് ഇൻവേഴ്സ് ഹോൾ ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് പറയാം. പ്രൂഫ് ഓഫ് ഫൈനൽ വാല്യൂ തിയറം. നമ്മൾ അതിനു വേണ്ടി കൺസിഡർ ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ മൈനസ് എക്സ് ഓഫ് എൻ മൈനസ് 1 എന്നുള്ള സീക്വൻസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. എക്സ് എന്ന് ഇതൊന്നത്തെ ഷിഫ്റ്റഡ് സീക്വൻസ്, അതിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എക്സ് ഓഫ് എൻ മൈനസ് 1 ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് 1 എന്ന് വരും. ഓക്കെ, ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് 1 എന്ന് വെച്ചാൽ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് എൻ മൈനസ് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് എൻ മൈനസ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എൻ്റെ ഇസഡ് ട്രാൻസ്ഫോം നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡ് വെച്ചിട്ടാണ്. ഓക്കെ, അതുപോലെ എക്സ് എൻ മൈനസ് 1 ഇസഡ് ട്രാൻസ്ഫോം വെച്ചാൽ ഇത് ഷിഫ്റ്റിംഗ് ആണ്. ഷിഫ്റ്റിംഗ് വരുമ്പോഴത്തേക്ക് എന്ത് വരും, ഈ ഫംഗ്ഷൻ്റെത് മൈനസ് ഇസഡ് റേസ് ടു -1 എക്സ് ഓഫ് ഇസഡ് വരും. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇപ്പോൾ ഏത് ഫാക്ടർ വെച്ചാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഇസഡ് റേസ് ടു ആ മൈനസ് ഫാക്ടർ കൊണ്ട് നമ്മൾ ഇസഡ് ഡൊമെയിനിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഇതിനകത്ത് ഈ എക്സ് ഓഫ് ഇസഡ് കോമൺ എടുക്കുമ്പോൾ എന്ത് വരും, 1 മൈനസ് ഇസഡ് ഇൻവേഴ്സ് ഹോൾ ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് എന്ന് വരും. ഓക്കെ, നമ്മൾ എന്താ ചെയ്ത, ഒരു സീക്വൻസ് എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് 1 അല്ലെങ്കിൽ സിഗ്നൽ എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് 1 എടുത്തു, അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം. ഇപ്പോൾ ഇസഡ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 1 മൈനസ് ഇസഡ് ഇൻവേഴ്സ് എക്സ് ഓഫ് ഇസഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കറിയാം ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സമ്മേഷൻ എൻ ഈക്വൽസ്, നമ്മളിപ്പോൾ കോസൽ സീക്വൻസ് ആയതുകൊണ്ട് എൻ ഈക്വൽസ് 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ ആണ്. എന്താണിത്, ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ. ഇസഡ് ട്രാൻസ്ഫോം ഇക്വേഷൻ സമ്മേഷൻ എൻ ഈക്വൽസ് 0 ടു ഇൻഫിനിറ്റി എക്സ് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ ആണ്. അപ്പം നമ്മളിവിടെ എക്സ് എൻ ആയിട്ട് എടുത്ത് എന്താണ്, എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് 1 ആണ്. അപ്പോൾ അത് ഇവിടെ എക്സ് എന്നിന് പകരം നമ്മൾ എടുത്ത എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തുവരും, സമ്മേഷൻ എൻ ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എക്സ് എന്നിന് പകരം എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹോൾ ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എൻ എന്ന് വരും. ഓക്കെ, ഇനി ഓൾറെഡി നമ്മൾ ഈ ഇതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, 1 മൈനസ് ഇസഡ് ഇൻവേഴ്സ് ഹോൾ ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് എന്ന് കിട്ടും. ഈ സീക്വൻസിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം നമ്മൾ എടുത്തപ്പോൾ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് എന്ത് കിട്ടി, 1 മൈനസ് ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് എന്ന് കിട്ടി. അത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ എന്താ വേണ്ടത്, ഇവിടെ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ലിമിറ്റ് z tends to 1 on both sides. Limit z tends to 1 on both sides. അപ്പോൾ ഈ എക്സ്പ്രഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും, ലിമിറ്റ് z tends to 1 അപ്ലൈ ചെയ്യാൻ ഇവിടെ അങ്ങ് എഴുതുകയാണ്. ഓക്കെ, ഈ എക്സ്പ്രഷൻ ഇക്വേഷൻ 1-നകത്ത് നമ്മൾ ലിമിറ്റ് z tends to 1 ഇവിടെ അപ്ലൈ ചെയ്തു, ലിമിറ്റ് z tends to 1 ഇവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇതിനകത്ത് z റേസ് ടു മൈനസ് n ഉണ്ട്, അത് നമുക്ക് എങ്ങനെ എഴുതാം, 1 ബൈ z റേസ് ടു n എന്ന് എഴുതാം. ഇവിടെ z-ന് 1 കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും, 1 ബൈ 1 റേസ് ടു n എന്ന് വരും. അപ്പോൾ ആ ടേം എന്ത് വരും, ഇത് 1 ആയിട്ട് വരും. ഓക്കെ, ലിമിറ്റ് z tends to 1 കൊടുക്കുമ്പോൾ ഈ ടേം 1 ആയിട്ട് വരും. റിമൈനിങ് ടേംസ് എന്ത് വരും, സമ്മേഷൻ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ മൈനസ് എക്സ് ഓഫ് എൻ മൈനസ് 1 ഈക്വൽ ടു ഇവിടെ ലിമിറ്റ് z tends to 1 മൈനസ് z ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഓഫ് z വരും. ഓക്കെ, നമ്മൾ എന്താ ചെയ്ത, ഇവിടെ ലിമിറ്റ് z tends to 1 ആണ്. അതുകൊണ്ട് ഈ എക്സ്പ്രഷനകത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ലിമിറ്റ് z tends to 1 അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഈ ഒരു ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് z tends to 1 കൊടുക്കുമ്പോഴത്തേക്ക് അത് 1 ആയിട്ട് വരും. അപ്പോൾ വി വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്.
ഇനി ഇത് നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. n ഈക്വൽ ടു 0 ഇതും രണ്ടും എക്സ്പാൻഡ് ചെയ്യുകയാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 2 എക്സെട്ര മൈനസ് എക്സ് ഓഫ് മൈനസ് 1 പ്ലസ് എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് 1 പ്ലസ് എക്സെട്ര അപ് ടു എക്സ് ഓഫ് ഇൻഫിനിറ്റി മൈനസ് 1. ഇത് അപ് ടു എക്സ് ഓഫ് ഇൻഫിനിറ്റി പോവും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? സമ്മേഷൻ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് n മൈനസ് എക്സ് ഓഫ് n മൈനസ് 1. ഇതാണ് നമ്മളുടെ എക്സ്പ്രഷൻ. അതിനകത്ത് n-ന് 0 ടു ഇൻഫിനിറ്റി സമ്മേഷൻ ആകുമ്പോൾ x0 പ്ലസ് x1 പ്ലസ് x2 അപ് ടു എക്സ് ഓഫ് ഇൻഫിനിറ്റി മൈനസ് അടുത്ത n-ന് 0 കൊടുക്കുമ്പോൾ എക്സ് ഓഫ് മൈനസ് 1, അടുത്ത 1 കൊടുക്കുമ്പോൾ എക്സ് ഓഫ് 0 എക്സ് ഓഫ് 1 അപ് ടു ഇൻഫിനിറ്റി മൈനസ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു എന്താ ലിമിറ്റ് z ടെൻസ് ടു 1 മൈനസ് z ഇൻവേഴ്സ് എക്സ് ഓഫ് z. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എന്ത് വരും? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എക്സ് ഓഫ് ഇൻഫിനിറ്റി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു അവർ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് z ടെൻസ് ടു 1 മൈനസ് z ഇൻവേഴ്സ് എക്സ് ഓഫ് z എന്ന് വരും. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഫൈനൽ വാല്യൂ തിയറം. ഫൈനൽ വാല്യൂ തിയറം എക്സ്പ്രഷൻ എക്സ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു 1 മൈനസ് ഇൻവേഴ്സ് എക്സ് ഓഫ് z. ഓക്കെ, അപ്പോൾ ഫൈനൽ വാല്യൂ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു xn മൈനസ് -1 എടുക്കും. എന്നിട്ട് അതിൻ്റെ z ട്രാൻസ്ഫോം ആദ്യമേ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ റിസൾട്ട് എക്സ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽസ് ലിമിറ്റ് z ടെൻസ് ടു 1 മൈനസ് ഇൻവേഴ്സ് ഹോൾ ഇൻറ്റു എക്സ് ഓഫ് z എന്ന് വരും. അപ്പോൾ ഇതാണ് ഇനിഷ്യൽ വാല്യൂ തിയറം, ഫൈനൽ വാല്യൂ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഇനിഷ്യൽ വാല്യൂ തിയറം, ഫൈനൽ വാല്യൂ തിയറം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. Determine the initial value of x of 0 if the z transform of x of t is given by x of z തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് z ട്രാൻസ്ഫോം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനിഷ്യൽ വാല്യൂ അപ്ലൈ ചെയ്യേണ്ടത്. ഇനിഷ്യൽ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് ഓഫ് 0 is obtained by limit z tends to infinity capital x of z ആണ്. ഇവിടെ x of z given ആണ്. That is equal to limit z tends to infinity x of z 1 minus e raised to minus t whole into z inverse divided by 1 minus z inverse into 1 minus e raised to minus t z raised to minus 1. നമ്മൾ ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് 0 ആയിട്ട് കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് z-ന് ഇൻഫിനിറ്റി ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി, അതിൻ്റെ വാല്യൂ 0 ആയിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് ഇനിഷ്യൽ വാല്യൂ തിയറം പറയുന്നത്. ചിലപ്പം എക്സാമിനാണെങ്കിൽ ഇങ്ങനത്തുള്ള എക്സ് ഓഫ് n തരികയാണെങ്കിൽ z ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും, എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിറ്റർമൈൻ ദ ഫൈനൽ വാല്യൂ ഓഫ് എക്സ് ഓഫ് z. ഇപ്പോൾ ഇതിനകത്തും എക്സ് ഓഫ് z തന്നിരിക്കുന്നത്, നമുക്ക് ഫൈനൽ വാല്യൂ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫൈനൽ വാല്യൂവിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഫൈനൽ വാല്യൂ എങ്ങനെ കിട്ടുന്നത്? എക്സ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു 1 മൈനസ് z ഇൻവേഴ്സ് ഹോൾ ഇൻറ്റു എക്സ് ഓഫ് z വരും. ഈ എക്സ് ഓഫ് z ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ലിമിറ്റ് z ടെൻസ് ടു 1 മൈനസ് z ഇൻവേഴ്സ് ഇൻറ്റു ഈ എക്സ് ഓഫ് z. എക്സ് ഓഫ് z എന്താ? 1/1 മൈനസ് z ഇൻവേഴ്സ് മൈനസ് 1/1 മൈനസ് e റേസ് ടു മൈനസ് 80 z ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എക്സ് z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് z ടെൻസ് ടു 1 മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് 1 മൈനസ് z ഇൻവേഴ്സ് ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് e റേസ് ടു മൈനസ് 80 z ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ z-ന് 1 കൊടുക്കുമ്പോഴത്തേക്ക് ഈ ടേം 0 ആയി പോകും. അപ്പോഴത്തേക്ക് ഇൻ എഫക്റ്റ് എൻ്റെ വാല്യൂ 1 ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം 1/1 മൈനസ് z ഇൻവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് സിഗ്നലിൻ്റെ ആണ്. ഓക്കെ, z മൈനസ് 1 എന്ന് പറയുന്നത് സ്റ്റെപ്പ് സിഗ്നലിൻ്റെ ആണ്. ഓക്കെ, ഫെന്നിൻ്റെ ആണ്, സ്റ്റെപ്പ് സിഗ്നലിൻ്റെ ആണ്. അപ്പോൾ എന്ത് വരും? അതിൻ്റെ 1 വരും മൈനസ് 1/1 മൈനസ് e റേസ് ടു മൈനസ് 80 z ഇൻവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ e റേസ് ടു മൈനസ് 80 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് അപ്ലൈ ചെയ്യാം? ഇതിൻ്റെ ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുന്നതാണല്ലോ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടി ഡൊമൈനായി. ഓക്കെ, ഇത് z ഡൊമൈൻ ആണ്. അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ടി ഡൊമൈനായി.
അപ്പോൾ അതിൻ്റെ ഫൈനൽ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? t ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് e⁻∞ 0 വരും, അതിൻ്റെ വാല്യൂ 1 വരും. കണ്ടോ, നമ്മളിപ്പം ഫൈനൽ വാല്യൂ തിയറം ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടി വെച്ച് യൂസ് ചെയ്യപ്പോഴും 1 കിട്ടി. ഇനി അതല്ല, ഡയറക്റ്റ് നമ്മൾ t ടെൻസ് ടു ഇൻഫിനിറ്റി ടൈം ഡൊമൈനിൽ കൊടുക്കുമ്പോഴും അതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, ഇതാണ് ഇനിഷ്യൽ വാല്യൂ തിയറം, ഫൈനൽ വാല്യൂ തിയറം. അപ്പോൾ അതിൻ്റെ പ്രൂഫും പ്രോബ്ലംസും നോക്കണം. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ വരുന്നൊരു ടോപ്പിക്കാണ് solve the following difference equation by use of Z transform method. Solve the following difference equation by use of Z transform method. Okay, നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചിട്ട് സൊല്യൂഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രോപ്പർട്ടി അനുസരിച്ച് ഇനിഷ്യൽ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ Z ട്രാൻസ്ഫോം ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിനകത്ത് Z ട്രാൻസ്ഫോം യൂസ് ചെയ്ത് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ് ഓഫ് കെ കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ എക്സ് ഓഫ് കെയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ളതാണ്. ചിലപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ കൂടെ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാനും ചോദിക്കും. ഓക്കെ, ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. കാരണം ഇതിനകത്ത് നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം മെത്തേഡിൽ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് അതിനെ ഇൻവേഴ്സ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. സോൾവ് ദ ഇങ്ങനത്തുള്ള ഡിഫറൻസ് ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കാണാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ് ഓഫ് കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം മെത്തേഡിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എടുത്തിട്ട് ഇതിനകത്ത് ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, ആ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? അതിൻ്റെ സൊല്യൂഷൻ എക്സ് ഓഫ് കെ കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടേംസ് ഇപ്പം എക്സ് ഓഫ് കെ പ്ലസ് 2 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, എക്സ് ഓഫ് കെ പ്ലസ് 2 ഉണ്ട്. പിന്നെന്താ ഉള്ളത്? എക്സ് ഓഫ് കെ പ്ലസ് 1 ഉണ്ട്. ദെൻ എക്സ് ഓഫ് കെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇതിൻ്റെ വരുന്നത് ഇസഡ് സ്ക്വയർ എക്സ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് സ്ക്വയർ എക്സ് ഓഫ് 0 മൈനസ് ഇസഡ് ഇൻറ്റു എക്സ് ഓഫ് 1 എന്നാണ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ഇതിൻ്റെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ഇസഡ് ട്രാൻസ്ഫർ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇസഡ് ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് എക്സ് ഓഫ് 0 എന്നാണ് വരുന്നത്. ഇനി ഈ എക്സ് ഓഫ് കെൻ്റെ ഇസഡ് ട്രാൻസ്ഫോം നമുക്കറിയാം എക്സ് ഓഫ് ഇസഡ് ആണ്. ഓക്കെ, നമ്മൾ ലാപ്ലാസിൻ്റെ കേസിൽ d/dt ഓഫ് ഐ ഓഫ് ടി എന്ന് പറയുമ്പം നമ്മൾ ഇതിപ്പം എന്ത് ടൈം ഡൊമെയിൻ, അതായത് ലാപ്ലാസ് ഡൊമെയിൻ. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ കേസിൽ എസ് ഇൻറ്റു ഐ ഓഫ് എസ് മൈനസ് I0 നമ്മൾ പഠിച്ചിട്ടില്ലേ? എസ് ഇൻറ്റു ഐ ഓഫ് എസ് മൈനസ് I0. അതുപോലെ ഇത് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഈ പ്രോപ്പർട്ടി വരുമ്പോഴത്തേക്ക് എക്സ് ഓഫ് കെ പ്ലസ് 2ൻ്റെത് ഇസഡ് സ്ക്വയർ ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു എക്സ് ഓഫ് 0 മൈനസ് ഇസഡ് ഇൻറ്റു എക്സ് ഓഫ് 1. എക്സ് ഓഫ് കെ പ്ലസ് 1ൻ്റെത് ഇസഡ് ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് ഇൻറ്റു എക്സ് ഓഫ് 0. ഇസഡ് ഓഫ് എക്സ് ഓഫ് കെൻ്റെത് എക്സ് ഓഫ് ഇസഡ്. ഓക്കെ, ഇത് മാക്സിമം എക്സ് ഓഫ് കെ പ്ലസ് 2 വരെയുള്ള ചോദിക്കത്തുള്ളൂ, കെ പ്ലസ് 2 വരെയുള്ള ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം, പ്രോപ്പർട്ടിയാണ്, ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിനെയും നമ്മൾ എന്തെടുക്കും? ഇസഡ് ട്രാൻസ്ഫോം എടുക്കും, ടേക്കിംഗ് ഇസഡ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. അതിൽ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് കെ പ്ലസ് 2ൻ്റെ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം എന്തെഴുതാം? ഇസഡ് ട്രാൻസ്ഫോം ഓഫ് കെ പ്ലസ് 2 വരെ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ എക്സ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് സ്ക്വയർ എക്സ് ഓഫ് 0 മൈനസ് ഇസഡ് ഓഫ് എക്സ് ഓഫ് 1. ഇതിനകത്ത് ഇങ്ങനെ വരുന്നത് ഇസഡ് ഓഫ് ദിസ് ടേം, ഇസഡ് ഓഫ് ദിസ് ടേം, ഇസഡ് ഓഫ് ഇങ്ങനെ ഈ ടേമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേമിന് വേണ്ടി നമ്മൾ ഇത് എഴുതി. അടുത്ത പ്ലസ്, അടുത്ത എന്താ വരും? 3 ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് 1ൻ്റെ ആണ് എന്ത് എഴുതേണ്ടത്? ഇസഡ് ട്രാൻസ്ഫോം എഴുതേണ്ടത്. അപ്പോൾ എന്ത് വരും? ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്ത് വരും. സോ 3 ഇസഡ് എക്സ് ഓഫ് ഇസഡ് മൈനസ് 3 ഇസഡ് എക്സ് ഓഫ് 0 എന്ന് വരും. അപ്പോൾ ഈ ടേമിൻ്റെ എഴുതി. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ടേമിൻ്റെ 2 ഇൻറ്റു എക്സ് ഓഫ് കെ ആണ്. അപ്പോൾ അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ എന്ത് വരും? 2 ഇൻറ്റു ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. ഓക്കെ, നമ്മളിവിടെ എന്താ ചെയ്തത്? ഇതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം മെത്തേഡിൽ ഇതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എടുത്ത്. ഓക്കെ, നമ്മളിപ്പം ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2 dy ബൈ ഡി ടി
plus y equal to 0. ഇതിൻ്റെ നമ്മൾ ഇതിപ്പോൾ എസ് ഡൊമെയിനാണ് അല്ലെങ്കിൽ ടൈം ഡൊമെയിനാണ്, കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൻ്റെയാണ്. അപ്പോൾ നമ്മളത് ലാപ്ലാസ് ട്രാൻസ്ഫർ എടുക്കും. ലാപ്ലാസ് ട്രാൻസ്ഫർ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് സ്ക്വയർ വൈ ഓഫ് എസ് പ്ലസ് 2s വൈ ഓഫ് എസ് പ്ലസ് y of s equal to 0. ഇത് ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയിട്ട് എടുക്കുന്ന കേസിലാണ്. ഇനിഷ്യൽ കണ്ടീഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ ടേംസും കൂടെ വരുമായിരുന്നു. അതുപോലെ കറസ്പോണ്ടിങ് ഇസഡ് ട്രാൻസ്ഫോമിൽ ഈ ഒരു ഫോമിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് x0ൻ്റെത് x1ൻ്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. x0ൻ്റെ വാല്യൂ 0യും x1ൻ്റെ വാല്യൂ 1ഉമാണ്. അപ്പോൾ ഈ എക്സ്പ്രഷനകത്ത് x0ന് കറസ്പോണ്ടിങ് 0 വാല്യൂയും x of 1ന് 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Substituting x of 0 equal to 0 and x of 1 equal to 1 and simplifying we get x of z equal to z by z square plus 3z plus 2. അപ്പോൾ ഇതിൻ്റെ കൂടെ നോർമലി ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാനും ചോദിക്കാറുണ്ട് കേട്ടോ, ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ആ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇനിഷ്യൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഇസഡ് ട്രാൻസ്ഫോം. അപ്പോൾ ഈ ഗിവൺ സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഗിവൺ ഡിഫറൻസ് ഇക്വേഷൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ആണ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 3z പ്ലസ് 2. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൻ്റെ സൊല്യൂഷനാണ്. സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, എക്സ് ഓഫ് ഇസഡിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ എക്സ് ഓഫ് ഇസഡ് നമ്മൾ ഒന്നും എഴുതുകയാണ്. എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 3z പ്ലസ് 2. ആ ഫാക്ടറൈസ് ചെയ്യുമ്പം ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇസഡ് പ്ലസ് 2 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഓഫ് ഇസഡ്. നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം ഇനിയിപ്പോൾ ഇതിന് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ഉണ്ട്. സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേഴ്സ് ആണ്. സൊല്യൂഷൻ ദാറ്റ് മീൻസ് എക്സ് ഓഫ് കെ ആണ്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ നമ്മൾ നോർമലി ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പം ഈ എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, എക്സ് ഓഫ് ഈ ഇസഡ് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് 1 ഡിവൈഡ് ബൈ ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇസഡ് പ്ലസ് 2 എന്ന് വരും. അതിന് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യും. എ ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ഡിവൈഡ് ബൈ ഇസഡ് പ്ലസ് 1 പ്ലസ് ബി ഡിവൈഡ് ബൈ ഇസഡ് പ്ലസ് 2 എന്ന് എടുക്കും. എന്നിട്ട് ഇതിൻ്റെ എയും ബിയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. എയുടെ വാല്യൂ കിട്ടുന്നത് 1ഉം ബിയുടെ വാല്യൂ -1ഉം ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ഇസഡ് പ്ലസ് 1 മൈനസ് 1 ഡിവൈഡ് ബൈ ഇസഡ് പ്ലസ് 2 എന്ന് കിട്ടും. എന്നിട്ട് ഇസഡ് നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. ദാറ്റ് ഈസ് എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ബൈ ഇസഡ് പ്ലസ് 1 മൈനസ് ഇസഡ് ബൈ ഇസഡ് പ്ലസ് 2 എന്ന് വരും. ഓക്കെ, എക്സ് ഓഫ് ഇസഡ്. ഇസഡിനെ നമുക്ക് ഇൻവേഴ്സ് ഫോമിൽ എടുക്കാൻ വേണ്ടിയിട്ട് ജനറൽ എക്സ്പ്രഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഈ ഓരോന്നിനെയും ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓരോ ടേമിനെയും ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ഇസഡ് ഇൻവേഴ്സ് മൈനസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 2 ഇസഡ് ഇൻവേഴ്സ് എന്ന് വരും. അപ്പോൾ ഇവിടെ ഇവിടെ ഇസഡ് ഉണ്ട് കഴിയുമ്പോൾ ഇവിടെ ബൈ ഇസഡ് വരും. അപ്പോൾ 1 വരും. ഇവിടെ ബൈ ഇസഡ് വരുമ്പോൾ 1 വരും. ഇവിടെ ബൈ ഇസഡ് വരുമ്പോൾ ഇസഡ് ഇൻവേഴ്സ് വരും. സിമിലർലി ഇവിടെ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 2 ഇസഡ് ഇൻവേഴ്സ് എന്ന് വരും. ഓക്കെ, ഞാൻ ഇവിടെ ഒന്നും എഴുതാം. കിട്ടിയത് എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇസഡ് ഇൻവേഴ്സ് മൈനസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 2 ഇസഡ് ഇൻവേഴ്സ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് ഇസഡ് ഇൻവേഴ്സ്. ഇനി ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇസഡ് ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ഇസഡ് ഇൻവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ -1 ഹോൾ റൈസ് ടു കെ ആണ്. സിമിലർലി ഇസഡ് ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 2 ഇസഡ് ഇൻവേഴ്സ് വിൽ ബി -2 ഹോൾ റൈസ് ടു കെ ആണ്. ഓക്കെ, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതായത് ഈ ടേമിൻ്റെ ഇൻവേഴ്സ് മൈനസ് ഈ ടേമിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് ദിസ് ടേം വിൽ ബി ഈക്വൽ ടു -1 ഹോൾ റൈസ് ടു കെ. സിമിലർലി ദിസ് ടേമിൻ്റെത് -2 ഹോൾ റൈസ് ടു കെ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? എക്സ് ഓഫ് ഇസഡിൻ്റെ ഇൻവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഓഫ് കെ ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു ഇതിൻ്റെ ഇൻവേഴ്സ്. അതിൻ്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് -1 ഹോൾ റൈസ് ടു കെ മൈനസ് ഇതിൻ്റെ ഇൻവേഴ്സ് -2 ഹോൾ റൈസ് ടു കെ. കെ വേരീസ് ഫ്രം 0, 1 to etc. ഓക്കെ, ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. This is the solution of the given difference equation using Z transform method.
സോൾവ് ദ ഫോളോയിങ് ഡിഫറൻസ് ഇക്വേഷൻ യൂസിങ് ഇസഡ് ട്രാൻസ്ഫോം മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. അതുപോലെ ഇനിഷ്യൽ കണ്ടീഷൻസ് തരും, അത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ സബ് പാർട്ടായിട്ട് ചിലപ്പോൾ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കാണും. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ ഒരു പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം കേട്ടോ. എക്സ് ഓഫ് കെ പ്ലസ് 2 എന്ന് വെച്ചാൽ ഇസഡ് സ്ക്വയർ എക്സ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് സ്ക്വയർ എക്സ് ഓഫ് 0 മൈനസ് ഇസഡ് ഇൻറ്റു എക്സ് ഓഫ് 1. നമ്മൾ ലാപ്ലാസ് പഠിച്ചിട്ടുണ്ട്, അതുപോലത്തുള്ള പ്രോപ്പർട്ടിയാണ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ അതും വരുന്നത്. എന്നിട്ട് നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു, അതിന് നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തുള്ള എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് ടേം എടുക്കണം. ഓക്കെ, ഫോമില് ചെയ്യാവുള്ളൂ, അത് ഓർത്തോണം. എന്നിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് അതിൻ്റെ ഓരോന്നിൻ്റെയും നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം എടുത്ത് ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അതുപോലെ ചില കേസിൽ ഇവിടെ സ്റ്റെപ്പ് ഇൻപുട്ട് തരും. ഓക്കെ, ഇപ്പം യു ഓഫ് കെ എന്ന് വല്ലതും തരും. ഇതിൻ്റെ കൂട്ടത്തിലേ യു ഓഫ് കെ എന്ന് വല്ലതും തരും. ഇപ്പോൾ സ്റ്റെപ്പ് തരുവാണെങ്കിൽ അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 എന്ന് അറിഞ്ഞു കൊടുക്കണം. സ്റ്റെപ്പ് തരുവാണെങ്കിൽ അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ഇസഡ് ബൈ ഇസഡ് മൈനസ് 1. അപ്പോൾ അവിടെ അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് യു ഓഫ് കെക്ക് പകരം നമ്മൾ ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കി ഈ മെത്തേഡിൽ സോൾവ് ചെയ്യണം. ഓക്കെ, സൊല്യൂഷൻ്റെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ ഫോർ ദ ഡിഫറൻസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഓവർവ്യൂ ഓഫ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഇപ്പോൾ ഡിസ്ക്രീറ്റ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോം ടൂൾ എന്ന് പറയുന്നത് ഇസഡ് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ഇസഡ് ട്രാൻസ്ഫോമിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ തിയറം അതിൻ്റെ പ്രൂഫും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ഫൈനൽ വാല്യൂ തിയറം അതിൻ്റെ പ്രൂഫ്, 2 പ്രോബ്ലംസ്, ഇനിഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂ തിയറത്തിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ സൊല്യൂഷൻ ഡിഫറൻസ് ഇക്വേഷൻ, ഒരു ഡിഫറൻസ് ഇക്വേഷൻ തരികയാണെങ്കിൽ ഇസഡ് ട്രാൻസ്ഫോം മെത്തേഡിൽ അതിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഡിസ്കസ് ചെയ്തു. അതുപോലെ ഇപ്പോൾ സ്റ്റെപ്പ് ഇൻപുട്ട് വരികയാണെങ്കിൽ അതിന് നമ്മൾ ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ സെയിം പ്രൊസീജിയറിൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കും. So thank you. BTech made easy.